ഭാഷ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ കോളർ ഇല്ലാതെ സ്ലീവ്ലെസ് ആയിട്ടുള്ള നമ്മുടെ സ്കൂളിൽ സ്റ്റിച്ച് ചെയ്യുന്ന കോട്ടാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇട്ടതെന്ന് പറയുന്നത് ഇവിടെ ഫോൾഡ് വരാത്ത ഭാഗം, അതായത് നമ്മുടെ ഇവിടെ തേര് വരുന്ന ആ ഭാഗത്ത് ഇതുപോലെ രണ്ടായിട്ട് ഇടും. ഇട്ടതിന് ശേഷം ഇതിന് വേണ്ടി ഇവിടെ ഫ്രണ്ടിലെ ഹൂക്ക്, അതായത് ബട്ടൺസ് വരുന്ന ഭാഗത്ത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ 1 ഇഞ്ച് ഇതിൽ മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് 2 വശത്തോട്ടും 1 ഇഞ്ച് അകത്തോട്ട് മടക്കിയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതിന് വേണ്ടി, കട്ടിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് സ്ട്രെയിറ്റിന് വേണ്ടി ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ലെങ്ത് മാർക്ക് ചെയ്യാം. ലെങ്ത് വന്നിരിക്കുന്നത് 18 ഇഞ്ചായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 20.5 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. 18 ഇഞ്ചായിരുന്നു, അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മൾ 20.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ നെക്കിന്റെ വിഡ്ത്താണ് ഇനി മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്യേണ്ടത്. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. നെക്കിന്റെ ലെങ്ത് വരുന്നത് 5.5 ഇഞ്ചായിരുന്നു. ഇവിടെ 5.25 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 3 ഇഞ്ച് ഇങ്ങോട്ട് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തതിനു ശേഷം കർവ് വരച്ച് നെക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ആണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഫുള്ള് നമ്മൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്യും. അതായത് നമ്മുടെ നെക്കിന്റെ ആ സ്ഥാനത്ത് മുതൽ 7 ഇഞ്ചാണ് ഇങ്ങോട്ട് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ താഴോട്ടും അതുപോലെ നമ്മൾ ആം ഹോള് 6.5 ഇഞ്ച് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഒരു ഇഞ്ച് ഇതിന്റെ പകുതിയിൽ നിന്ന് ഇങ്ങനെ വരച്ചു പോകും. പിന്നീട് ഇവിടെ നിന്ന് താഴോട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നതിന് വരയ്ക്കുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് ചെസ്റ്റ് ആണ് വേണ്ടത്. 36 ഇഞ്ചാണ്. 36ന്റെ 4/1 9 വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ചേർക്കും. അപ്പൊ 9.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടിയ അളവ്. 9.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ടത് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 36 ഇഞ്ചിന്റെ 4/1 9 വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 9.5 മാർക്ക് ചെയ്തു. പിന്നീട് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. വേസ്റ്റ് ആണ് വേണ്ടത്. വേസ്റ്റിന്റെ അളവ് സെൻട്രലിൽ കൂടെ പിടിച്ചിട്ട് വേസ്റ്റിന്റെ റൗണ്ട് 32 ആണ്. 32ന്റെ 4/1 8 വരുന്നത്. അപ്പൊ 8ന്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി 8.5 മാർക്ക് ചെയ്തു. 8.5 മാർക്ക് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൂടി കൊടുക്കും. അപ്പം 32ന്റെ 4/1 8 വരും. അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. 8.5യുടെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. പിന്നീട് ഹിപ്പിന്റെ അളവാണ് വേണ്ടത്. ഹിപ്പിന്റെ റൗണ്ട് എന്ന് പറയുന്നത് 38 ഇഞ്ചാണ് വരുന്നത്. 38ന്റെ 4/1 9.5 വരുന്നത്. 9.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ വെട്ടില്ലാത്തതാണ്, അതായത് ഹിപ്പിന്റെ താഴെ വരുന്ന അളവ് വെട്ടില്ലാത്തതായതുകൊണ്ട് നമുക്ക് 2 ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുക്കാം. 1.5 ആയാലും മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടിങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കൊടുക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ വരച്ചു വെക്കാം.
ഇനി നമുക്ക് ഷേപ്പ് വരയ്ക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഇത് രണ്ടായിട്ട് ഇട്ടതിന് ശേഷം, അതായത് ഇവിടെ ഫോൾഡ് വരാത്ത ഭാഗം ഇട്ടതിന് ശേഷം രണ്ട് വശത്തും ഇതുപോലെ 1 ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ലെവൽ അല്ലായതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം താഴോട്ട് നമ്മൾ 20 മാർക്ക് ചെയ്തു. 18 ഇഞ്ചായിരുന്നു, 2.5 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടെ ചേർത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 20 ഇഞ്ച് ആണ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നീട് മൊത്തത്തിലുള്ള ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് 2.5 ഇഞ്ച് നെക്കിന്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം 5.5 ആയിരുന്നു നെക്കിന്റെ ലെങ്ത്. 5.25 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തു, കർവ് വരച്ചു. അതിനുശേഷം ആം ഹോള് നമ്മൾ 6.5 കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് 1/2 ഇഞ്ച്. പിന്നീട് നമ്മൾ സാധാ ചെയ്യുന്ന കണക്ക് തന്നെ 1 ഇഞ്ച് നമ്മൾ കർവ് വരച്ചതിന് ശേഷം ഇവിടുന്ന് നമ്മൾ 36 ആണ് ചെസ്റ്റിന്റെ അളവ്. 36ന്റെ 4 9 ആണ് വരുന്നത്. 9.5 അരയും കൂടെ കൂട്ടി 9.5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. പിന്നീട് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. വേസ്റ്റിന്റെ അളവ് എന്ന് പറയുന്നത് 32 ആയിരുന്നു. അതിന്റെ 4 8 ആണ് വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 8.5 മാർക്ക് ചെയ്തു. 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. പിന്നീട് വരുന്നത് ഹിപ്പിന്റെ അളവാണ്. ഹിപ്പ് 38 ആണ് വരുന്നത്. 38ന്റെ 4 9.5 ആണ് വരുന്നത്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു, 10 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പീസിന്റെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്ക് പീസ് നമ്മൾ വേറെ കട്ട് ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാലൻസ് പീസാണ് ഇത്. അപ്പൊ നമ്മൾ തിരിച്ചിടുക. ബാക്ക് പീസിന് ഇത് തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം അപ്പൊ ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന, നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പീസിന്റെ ഒരു ഭാഗം എടുത്ത് ഇതിന്റെ മുകളിലോട്ട് വെക്കുക. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. പക്ഷെ നെക്കിന്റെ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യുന്ന വിധം വേറെയാണ്. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കട്ടിങ് ഇല്ലാത്ത ഭാഗമാണ്. ബാക്കിന് കട്ടിങ് വേണ്ട. അപ്പോൾ കട്ട് ചെയ്യാണ്. നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മൾ നെക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇത് കറക്റ്റ് ഇതുപോലെ നെക്ക് വിഡ്ത്തിൻ്റെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. അപ്പം ബാക്കിന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പം ബാക്കും ഫ്രണ്ട് ഞാൻ വെട്ടിക്കഴിഞ്ഞു. ഇത് ഫ്രണ്ട് പീസ്, ഇത് ബാക്ക് പീസ്. ഇതുപോലെയാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള കോളറില്ലാത്ത കോട്ട് കട്ട് ചെയ്യുന്നത്. ഇനി സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും.